ഹായ് ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മിൻസിയാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് തലവും പൊന്ന റമദാൻ സ്റ്റാർട്ട് ചെയ്തു. തലവും പൊന്നാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണമൊക്കെ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടല്ലോ. കുറച്ച് ഗൗരവവും ഇപ്പോൾ തോന്നും, പക്ഷെ ഒന്നുമില്ല കേട്ടോ. കാരണം ചായ ഫീഡ് ചെയ്യുന്നുണ്ടിട്ട് നമുക്ക് കുറച്ച് എനിക്ക് ചായ ഫീഡ് ചെയ്യുന്നതനുസരിച്ച് കുറച്ച് അസ്വസ്ഥതകളൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 4 മണിയായിരുന്നു വെച്ചാൽ 3 മണി എനിക്ക് പണിയൊക്കെ തന്നെ എഴുതിട്ട് ഉള്ളിയൊക്കെ ഒളിച്ച് വെളുത്തുള്ളി, ഉള്ളി, ഇഞ്ചി പേസ്റ്റൊക്കെ ആക്കി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കണമായിരുന്നു. പിന്നെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ തന്നെ ആയിരുന്നു 3 മണി വരെ. അപ്പോഴും 3 മണിയായിട്ട് പിന്നെ 4 വരെ ഒന്ന് കിടക്കാൻ വിചാരിച്ചു. കാരണം തല ഇറങ്ങി ഇടയ്ക്കിടയ്ക്ക് ചായ ഫീഡ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് പിന്നെ ബോഡി വീക്കായിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് കുറച്ച് എൻ്റെ ഒരു വൈക്ലഭ്യം കാണാൻ എൻ്റെ മുഖത്ത്. എൻ്റെ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഉഷാറായി വന്നിട്ടാണ്. പിന്നെ ഉപ്പ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ കുടിക്കാനുള്ള വെള്ളം തന്നെ കലക്കി പഞ്ചസാര കലക്കി വെച്ച് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടാണ്. പിന്നെ അതിന് ശേഷം അപ്പത്തെ നമ്മൾ ചെയ്യൂലാട്ട് ഞാൻ നാരങ്ങ കലക്കുമ്പോൾ അപ്പത്തന്നെ നാരങ്ങ കലക്കില്ല. കാരണം കഴിക്കൂലേ, നമ്മൾ കുരു ഇട്ടാലും എന്തിട്ടാലും കഴിക്കും. അപ്പോൾ അതുകൊണ്ടിട്ട് നാരങ്ങ കലക്കി വെച്ചില്ല കേട്ടോ. പുതിന നാരങ്ങ ഇട്ടിട്ട് അടിച്ചിട്ടിട്ടാണ് വെള്ളം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം പഞ്ചസാര ഒന്ന് സെറ്റാക്കിയത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച ശേഷം നമ്മൾ ബീഫാണ് കേട്ടോ. നമുക്ക് ചിക്കൻ അല്ല, ബീഫായിരുന്നു കിട്ടിയത്. അപ്പോൾ ബീഫ് വെച്ചിട്ട് ഒരു ചോറും അതുപോലെ തന്നെ ബീഫ് കട്ട്ലേറ്റും പിന്നെ അതുപോലെ ബീഫ് ഡോണറ്റ് ഉണ്ടാക്കാൻ വിചാരിച്ചേക്കണം കേട്ടോ. പലരും ബീഫ് മയോലെ അങ്ങനെ ബീഫ് വെച്ചിട്ടാണ് അപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ ഉപ്പാത്തിരുത്തിരുന്നില്ല, കൈ കൊടുക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാനങ്ങോട്ട് നോക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാം കൊണ്ട് പേസ്റ്റാക്കി എല്ലാ സാധനങ്ങളായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ഞാൻ പേസ്റ്റാക്കി വെച്ചിട്ടാണ്. സവാള മാത്രം ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്ത് മാത്രം വെച്ചോളൂ. അപ്പോൾ ഇത് എനിക്കൊരു ആഴ്ചത്തേക്ക് ഉണ്ടാവട്ടെ ഇതെല്ലാം ചെയ്ത് വെച്ചേക്കണത്. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കിടക്കണ മുമ്പ് ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ച് വെച്ചിട്ടാണ്ട് പോയി കിടക്കാനുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വൈകിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റിയില്ല, ഇതാവലോണ്ട് ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ ഓൾമോസ്റ്റ് വേവിച്ച് വെച്ചിട്ടാണ് ഞാൻ പോയി കിടന്നത് കേട്ടോ. പിന്നെ ബീഫ് വേവിച്ചിട്ടുണ്ട്, അതാണ് ആ കുക്കറിൻ്റെ പോലെ അങ്ങനെ കേട്ടോ. ബീഫ് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടായിട്ടോ. ബീഫ് വേവിക്കാനായിട്ട് നമ്മൾ കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് ബീഫ്. അങ്ങനെ ഞാനത് ഉപ്പും ബീഫ് ഇട്ട് വേവിച്ചിട്ട് വെച്ചിട്ട് ഉപ്പും കുരുമുളകും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് ബീഫൊന്ന് വേവിച്ചതിന് ശേഷം ഞാൻ എന്താ ചെയ്തത്, ഇതായിപ്പോണം അതിനകത്ത് ഞാൻ വേവിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ചൊക്കെ എടുത്ത് ഞാൻ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ നമ്മളെ കട്ട്ലേറ്റ് മെയിനാണ് കേട്ടോ. നോമ്പിന് എനിക്കൊരു കട്ട്ലേറ്റ് മസ്റ്റാണ്. കാപ്പിയുടെ കട്ട്ലേറ്റ് ഇല്ലാണ്ട് പറ്റൂല. 30 നോമ്പിന് കട്ട്ലേറ്റ് ഉണ്ടാവും കേട്ടോ. അതിലൊന്നും വേണ്ട, ഒരു 10 എണ്ണം അല്ലെ 9 എണ്ണം, അതിൽ കൂടുതലൊന്നും കാക്ക് വേണ്ട. അപ്പൊ അത് മസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ കട്ട്ലേറ്റിനുള്ള കൂട്ടാനാണ്. അങ്ങനെ സവാളയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റില്ലേ അത് ഞാൻ ഈ സവാളയിലേക്ക് ഇട്ടെടുത്തിട്ട് അപ്പൊ അത് നല്ല 4 കൂടി നല്ലോണം വഴഞ്ഞ് കിട്ടും കേട്ടോ. ആ വഴഞ്ഞ് വന്ന സമയമാകുമ്പോൾ നമുക്ക് അതിനകത്ത് ഗരം മസാലപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്താൽ നല്ലോണം അതും കൂടി ഒന്ന് ആ പൊടികളും നല്ലോണം വഴറ്റി കൊടുക്കാം. അപ്പൊ ഞാൻ വേറെ എരിവിന് ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഗരം മസാലപ്പൊടി മാത്രം, പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. എരിവിനായിട്ട് ഞാൻ ഒന്നും ഇടുന്നില്ല. കുരുമുളക് പൊടി ഞാൻ ഒന്നും ഇടുന്നില്ല, കാരണം എന്ന് വെച്ചാൽ ഇക്കാക്ക് എരിവ് പറ്റില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ അതൊന്നും ഇടുന്നില്ല കേട്ടോ. പിന്നെ 100 കണ്ടു കൈസ്, കാരണം ഞാൻ കാരണം ഞാൻ അവിടെ പൊട്ടറ്റോ ഓൾറെഡി ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചായയെടുത്ത് തിന്നനും കളിക്കലൊക്കെ തന്നെ ആയിരുന്നു. അപ്പൊ അതിടക്ക് ചെയ്യാനായിട്ട് അത് ചെയ്യാൻ ചെയ്തു. അപ്പൊ ഞാൻ ചെയ്യാൻ ചീത്ത എന്റെ മോറായിട്ട് കണ്ടത്. അപ്പൊ അതിടക്ക് ചെയ്യാൻ്റെ വിളവുണ്ട്. അവിടെ പാലിന്റെ പാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ആ പാലിന്റെ പാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇവര് പണിയിട്ടോ. അപ്പൊ എന്റെ മോറ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വീട്ടിൽ, കാരണം എനിക്ക് കുറച്ച് വയ്യായികയൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഫീഡ് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് കുറച്ച് തലകറക്കവും ക്ഷീണവും അസ്വസ്ഥതയൊക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ക്ലോക്കിലേക്ക് നോക്കുന്നുണ്ട്, സമയമാണ് നോക്കുന്നത് കേട്ടോ. വേറെ ഒന്നുമല്ല, കാരണം 6 മണിയാകുമ്പോഴത്തേക്ക് വരും. അപ്പതിക്കുമ്പോൾ എനിക്ക് എല്ലാ പണിയൊന്നും ഓൾമോസ്റ്റ് തീർക്കണം. പക്ഷെ എനിക്കൊന്നും സഹായിച്ചില്ല കേട്ടോ. കാരണം വന്നതിന് ശേഷം ഞാൻ ജ്യൂസൊക്കെ അടിക്കലൊക്കെ ഞാൻ ചെയ്തത്. അപ്പൊ അതിനിടക്കാണെങ്കിൽ പിള്ളേരെ വിളവുണ്ട് കേട്ടോ. നമുക്കൊന്നും പെട്ടെന്നൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. അതിനിടക്കാണെങ്കിൽ പിള്ളേരെ വിളവുണ്ട്. അതിനുശേഷം ഞാൻ ചോറ് വെക്കാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് ബീഫ് വെച്ചൊരു പുലാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ബീഫ് പുലാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിക്കൻ ബീഫ് കറിയും അരിപ്പത്തിരിയും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് വേണ്ട എന്ന് വിചാരിച്ചു. എൻ്റെ ഒരു മോറ് കണ്ടു.
ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ എടുത്ത് പണി ചെയ്യുക. പിന്നെ അതൊക്കെ എടുത്ത് അവിടെ മാറ്റുകയാണ്. കാരണം സായനേക്കാട്ട് കഷ്ടമാണ് ചെയ്യാൻ. കാരണം ചെയ്യാൻ ചെറുതാണ്, ചെയ്യാൻ ചെറുതാണെന്ന് വെച്ചാൽ ചെയ്യാനാണ് ചെറുത്, ചെയ്യാനാണ് ചെറുതെന്ന് വിചാരിക്കുന്നത്. ചെയ്യാനാണെങ്കിൽ മൂത്താണ്. പക്ഷെ അവൻ സായനേക്കാട്ടി കഷ്ടമാണ് ചില ചെയ്യുന്നില്ല അവന്റെ സ്വഭാവം കണ്ടാല്. അപ്പൊ അതുകൊണ്ടിട്ട് എന്റെ ദേഷ്യട്ട് എനിക്കാണെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീർക്കണം. കാരണം നോമ്പിനാവുമ്പോ കുറച്ച് പണി അധികം ഉണ്ടാവും നമുക്ക് അടുക്കളയില്. കാരണം ഇത്രയും നേരം നോമ്പ് പിടിച്ചിട്ട് പിന്നെ ആ വൈകിട്ടാവുമ്പോ പണിയെടുക്കുമ്പോൾ ബോർഡ് കുറച്ച് ടയർഡാവാൻ ചാൻസ്. ഫസ്റ്റ് തലനോമ്പും കൂടി ആകുമ്പോൾ ഫസ്റ്റ് നോമ്പും കൂടി ആകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്. കാരണം സ്റ്റാർട്ട് ചെയ്തേക്കണല്ലേ. പിന്നീട് പയ്യെ 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 ആകുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് എന്താ പറയാ, അതൊന്ന് വഴന്ന് നമുക്കൊരു ഇതായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതൊക്കെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് നല്ലോണം ഉടച്ച് നല്ലോണം എന്താ പറയാ, നല്ലോണം മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടാന്ന് വെച്ചാൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ശേഷം നമ്മുടെ മിക്സി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബീഫ് വെന്തത് കുറച്ച് വേവിച്ച ബീഫ് ഞാൻ എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഞാൻ ബീഫിൽ ഡോണറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് അതിന്റെ റെസിപ്പി കാണിച്ചു തരാം. കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി, ഞാൻ തന്നെ എന്താ പറയാ, ഞാൻ തന്നെ കണ്ടെത്തി, ഞാൻ തന്നെ പരീക്ഷിച്ചൊരു റെസിപ്പിയാണ്. അപ്പൊ ഞാൻ തന്നെ ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് കൂടി ആ ഫീഡ്ബാക്ക് പറഞ്ഞാണെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അടിപൊളി ടേസ്റ്റ് ആയിട്ട് അത് ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയിട്ട് നോമ്പുറന്നിട്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയപ്പോൾ അവിടെ പിള്ളേര് പറഞ്ഞു, ഉമ്മ എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പുലാവ് ഉണ്ടാക്കും. പുലാവ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, ബീഫ് പുലാവും. അപ്പൊ ബീഫ് പുലാവിന് പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് അധികം ഒന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അതിനകത്ത് കുറച്ച് ആദ്യം ബിരിയാണി പൊട്ടിച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. നെയ്യിൽ അത് ചൂടായിട്ട് കുറച്ച് സവാള ഇടുക. ഞാൻ 2 സവാള എടുത്തിട്ട് 2 സവാള ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ കളർ ആവണത് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കുറച്ച് ഹാഫ് എന്താ പറയാ, ബ്രൗൺ കളറായ ഹാഫ് നമ്മുടെ സവാള കുറച്ചെടുത്ത് മാറ്റുക അതിൽ നിന്ന്. അതിനുശേഷം കുറച്ച് സ്പൈസസ്, പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ ഞാൻ 1 ഗ്ലാസ് അരിയാണ് എടുത്തത്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു കണക്കിനായിട്ട് ഞാൻ എടുത്തിട്ട് അരി ഞാൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടു. അതിനെടുത്ത് ഞാൻ എന്ത് ചെയ്തു, ബീഫ് ഉണ്ടായിരുന്നില്ലേ, ബീഫ് വേവിച്ചത് നമുക്ക് ഒന്നും കൂടി അതിനകത്തേക്ക് സ്പൈസസ് നമ്മളൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതിൽ വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ സവാളയിൽ വേറെ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഞാൻ ആഡ് ചെയ്യുന്നത് ബീഫിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ വേവിച്ച ബീഫിലേക്ക് കുറച്ച് തൈര്, കുറച്ച് ഇഞ്ചി പേസ്റ്റ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് പച്ചമുളക് പേസ്റ്റ് ഇട്ടാ. അപ്പൊ ഈ 4 ഇൻഗ്രീഡിയൻസിനാണ് അതിനകത്തേക്ക് ഇടുന്നത്. അപ്പൊ കുറച്ച് തൈര്, ഇങ്ങനത്തെ തൈരാണ് എടുത്തിട്ടുണ്ടോ. അതെടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാൻ. ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ബീഫ് ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. അപ്പൊ നമുക്ക് നോക്കിയെടുക്കാം, നോമ്പും കൂടി നമുക്ക് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ ബീഫ് അങ്ങനെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നിങ്ങൾക്ക് നോക്കിയിട്ട് വേണം ചേർക്കാം. ഞാൻ നോക്കിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എന്തെന്നുള്ള വിചാരിച്ചാണ് ബീഫ് ഞാൻ ചേർത്തില്ല. പക്ഷെ തിന്ന് കഴിഞ്ഞപ്പോ ബീഫ് ഉപ്പുണ്ടായിരുന്നു. ബീഫിന് നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫ് പുലാവ് എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒന്നും അറിയില്ലല്ലോ, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ. കാരണം തിന്നാണ്ട് ആട്ടയാകുമ്പോൾ നമ്മൾ പരീക്ഷണ വസ്തുക്കളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ കുറച്ചെല്ലാം ഹസ്ബൻഡുകൾ പൊട്ടിത്തെറിക്കും. എൻ്റെ പ്രത്യേകിച്ച് പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട് ഫുഡ് നന്നായില്ലെങ്കിൽ. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് ടെൻഷനോടെ ഉണ്ടാക്കണത്. എന്നാലും വേണ്ടില്ല, നമ്മൾ ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നത് കുറച്ചൊക്കെ മിസ്റ്റേക്കുകളൊക്കെ പറ്റുള്ളൂ. എന്നാലും നിൽക്കാതെ ഒട്ടും പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇതിന് കുറച്ച് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ എന്താ പറയാ, വെള്ളവും ഇട്ട് അരിയൊക്കെ തന്നെ തിളച്ചു പോകണം. അപ്പൊ തിളച്ചപ്പോൾ അരി കുറച്ചൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ ഇപ്പുറത്ത് ഇൻഡക്ഷൻ കുക്കറിലാണ് ഞാൻ ബീഫ് വേവിക്കാനത്. ബീഫ് നല്ലോണം കുറച്ച് സൺഫ്ലവർ ഒഴിച്ച് ആ മസാല, ഞാൻ കൂട്ടി വെച്ച മസാലയെപ്പാടി ബീഫും തട്ടി കുറച്ചൊന്ന് എന്താ പറയുക, റോസ്റ്റ് പോലെ ഒന്ന് വഴഞ്ഞു വരും കേട്ടോ. ആ തൈര് ഒക്കെ ഒന്ന് എന്താ പറയുക സെറ്റായത് ബീഫിലേക്ക് ഒന്ന് പിടിച്ചു വരാൻ ടൈം ആകുമ്പോൾ കുറച്ചൊന്ന് പാൽപ്പൊടി, ഇതാണ് ഹൈലൈറ്റ്. ഇതിന്റെ കുറച്ച് പാൽപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ പാൽപ്പൊടി നമ്മൾ ഈ ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് പൊടിച്ചതിന്റെ പൊന്നെ മോളെ സൂപ്പർ. അപ്പൊ നിങ്ങൾ വിചാരിക്കും പാൽപ്പൊടിയുടെ ഫ്ലേവർ ഒന്നുമില്ല കേട്ടോ. പാൽപ്പൊടി നമ്മൾ ഇട്ടെന്ന് തന്നെ തോന്നൂല. അതൊരു ടേസ്റ്റ്, ഒരു ടേസ്റ്റ് ആയിരുന്നു ഇതിന്. ഈ ഒരു മസാലക്ക് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ പാൽപ്പൊടി ഇട്ട് നല്ലോണം വൈകുന്നേരത്ത് സെറ്റായി. നമ്മുടെ മസാല ഓൾമോസ്റ്റ് സെറ്റായി. പിന്നെ ബീഫിന്റെ അങ്ങനെ എല്ലാം ഓൾമോസ്റ്റ് സെറ്റായപ്പോൾ പാൽ കുടിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. തന്നെ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം ഞാൻ ടേബിളിൽ സെറ്റാക്കി എല്ലാം ഇക്കാൻ വന്നിട്ടാണ് വെള്ളം കുടിച്ചിക്കാൻ വന്നിട്ടാണ് കഴിച്ചു തുടങ്ങിയത്.
അങ്ങനെ പിന്നെ നമ്മ എന്താ പറയാ നോമ്പൊക്കെ തുറന്നു. ഈ വർഷത്തെ ആദ്യത്തെ തലനോമ്പ് പടച്ചോൻ വിധിയായിട്ട് നമുക്കത് പൂർത്തിയാകാൻ പറ്റി. അങ്ങനെ ഞാനും ഒരു 12 മണി വരെ നോമ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് 12 മണി വരെ നോമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറ്റിയില്ല. അങ്ങനെ പിന്നെ അവനും വിട്ടിട്ട്, കാരണം അവൻ ചെറുതല്ലേ, 4 വയസ്സായിട്ടല്ലേ ഉള്ളൂ. അപ്പൊ അവനെ കൊണ്ട് അവൻ അത്രയും പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ അത് വിട്ട്. പിന്നെ എന്താ പറയാ, നമ്മ ഒരുമിച്ചിരുന്ന് നോമ്പുറക്കാണ് കേട്ടോ. ചില ടൈമിൽ ഉണ്ടാവും ഞാൻ ഒറ്റക്കായിരിക്കും നോമ്പുറക്കുന്നത്. കാരണം ഇക്കാവ് പറഞ്ഞ് പണി ചെയ്യുമ്പോൾ വഴികായിരിക്കുന്നത്. അപ്പൊ രാവിലെ തന്നെ ഇക്കാക്ക് കുറച്ച് വെള്ളവും ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കൊടുത്തു വിട്ടു കേട്ടോ. കാരണം ഇക്കാക്ക് അപ്പൊ നോമ്പുറക്കാനായിട്ട് ചില വർക്ക് ടൈമിലാണെങ്കിൽ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ട് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു വിടാറുണ്ട്. പിന്നെ ഇക്ക എന്തായാലും വരും എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്നും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇക്ക വന്നപ്പോഴാണ്ട് വേഗം ഞാൻ കുമ്പട്ടിങ്ങ ഇക്കലായിരുന്നു ജ്യൂസും കാര്യം ഞാൻ ഇക്ക വന്നപ്പോഴാണ് സെറ്റ് ആക്കിയിട്ട്. കാരണം ഞാൻ വെള്ളം ഞാൻ പറഞ്ഞ നാരങ്ങ കുടിച്ചപ്പോ തന്നെ എനിക്ക് ഒരു നെഞ്ച് വേദന ഒരു വന്നൊരു അസുഖത്തെ പോലെ തോന്നിയിട്ട്. കാരണം വേദന രാവിലത്തെ എനിക്ക് എക്കിട്ട് മുന്നുണ്ടായിരുന്നു. എത്ര നേരം ഫുഡ് കഴിക്കാനപ്പോ എക്കിട്ടപ്പോ എനിക്ക് തോന്നുന്നു നെഞ്ചിലേക്ക് എന്തോ ആയിട്ട് എനിക്ക് ഗ്യാസ് കയറിയ ഒരു വേദനയായിരുന്നു എനിക്ക് നെഞ്ചിലുണ്ടായത്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് ഇരുന്ന ശേഷമാണ് നിൽക്കാൻ വന്നപ്പോ ഞാൻ ജ്യൂസ് കളിക്കാം. അപ്പൊ ജ്യൂസ് അങ്ങനെ തന്നെ ജ്യൂസറിൽ തന്നെയായിട്ട് ഞാൻ കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചത്. കാരണം അതൊന്നും മാറ്റാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. കാരണം ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. വന്നപ്പോ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നു. 9 ശേഷം ഞാൻ ഇക്കാ വിളിച്ച് പറഞ്ഞ് ഫോൺ വിളിച്ചു ഇക്കാ പറഞ്ഞ് അവിടെ എത്തിയെന്ന് പറഞ്ഞപ്പോ തന്നെ ഇക്കാ വന്നതിന് ശേഷം ഞാൻ ടേബിളിലേക്കെല്ലാം സെറ്റ് ആക്കിയതും ജ്യൂസൊക്കെ ഉണ്ടാക്കിണ്ട ജ്യൂസ് കയറി തന്നെ ഇരിക്കണേന് ജ്യൂസൊക്കെ സെറ്റ് ആയിരുന്നു. പിന്നെ ഇക്കാക്ക് ഒഴിച്ചു കൊടുത്തും എല്ലാം കൂടി ഇപ്പൊ നമ്മൾ 4 പേരും കൂടി ഇരുന്നിട്ട് ആദ്യത്തെ ഒരു എന്താ പറയാ നോമ്പാണിട്ടത്. അല്ലെങ്കിൽ ഇക്കാ വരുമ്പോഴത്തേനും എന്റെ കൂട്ടിയുടെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇക്കാ വന്നത് 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ ഇക്കാ വരുള്ളൂ. എപ്പോഴത്തെ എല്ലാ വർഷത്തെ നോമ്പിനും അങ്ങനെ തന്നെ. പക്ഷെ ഈ വർഷം മാസങ്ങളോ നമ്മളെല്ലാവരും 4 പേരും കൂടി ഇരുന്നിട്ട് നമ്മുടെ കുഞ്ഞു നോമ്പ് പറയായിരുന്നിട്ട് അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് വിഭവം, കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ജ്യൂസും അതുപോലെ തന്നെ നാരങ്ങളും അതുപോലെ തന്നെ കട്ട്ലേറ്റും നമ്മള് ഡോണറ്റ് ബീഫും അതും ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കൊണ്ടാവുന്നതൊക്കെ മാക്സിമം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മളെല്ലാവരും മാക്കമാക്കിയത് തിന്നാനായിട്ട് റയാൻ അതൊക്കെ ഇരുന്ന് എക്സ്പ്രഷൻ ആയിട്ട് വിതറുന്നുണ്ട് ക്യാമറ കണ്ടിട്ട്. അത് നേരെയൊക്കെ പിന്നെ റയാന്റെ കുറ്റങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കാനായിട്ട്. നല്ല വിളവായിരുന്നു, വീട് കലമ്പൂലാക്കി, അങ്ങനെ അതാണ് മസാന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഹായ് പറയുന്നുണ്ട് ക്യാമറ നോക്കിയിട്ട്. അവളുടെ വിളവുണ്ട്. പിന്നെ റയാനിക്ക് മീശോന്നും പറഞ്ഞിട്ടൊക്കെ ക്യാമറ നോക്കി പറയണേട്ടാ. പിന്നെ റയാനെ കുറിച്ച് കടികളോട് അവൾക്ക് അത്ര താല്പര്യമില്ല. അവിടെ റയാനിക്ക് ചായക്ക് കുറച്ച് ഫ്രൂട്ട്സിനോട് 2 പേർക്കും താല്പര്യം. അപ്പൊ അതുകൊണ്ട് ജ്യൂസും കുടിക്കുന്നുണ്ട് ചായ, അതുപോലെ തന്നെ ഫ്രൂട്ട്സും കൊടുക്കുന്നത്. ചായക്ക് ഫ്രൂട്ട്സ് അധികം കൊടുക്കണ്ടെന്ന് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും അവർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കടികൾ ഞങ്ങൾ നാത്തൂന് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം നമ്മ 29 നോമ്പിനും നോമ്പ് തുറന്നതിന് നമ്മൾ അങ്ങോട്ട് പോകൂട്ടാ. കടി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കൊടുത്തു നോക്കൂട്ടോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയാലും. അപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കിയ ഡോണറ്റും അതുപോലെ തന്നെ എന്താണ് ബീഫ് പുലാവ് ഉണ്ടാക്കിയിട്ടാ. അപ്പൊ അത് രണ്ടും അപ്പൊ കടി ഞാൻ കുറച്ചായിരിക്കും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പുലാവ് ഞാൻ എടുത്ത് സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ തിന്നേക്കാനായിട്ട് പാത്രം ഉണ്ടായിരുന്നു. കാശിനി കഴുകാനായിട്ട് കുറെ പാത്രം ഉണ്ടായിരുന്നു. അപ്പൊ ആ കുറെ പാത്രങ്ങൾ കഴുകി അടക്കിലേക്ക് വൃത്തിയാക്കി. അപ്പൊ ഇക്കാ കഴിച്ചിട്ട് പറഞ്ഞിട്ട് അതുപോലെ ടേസ്റ്റാണ്, ഡോണറ്റിന് കൊള്ളാം, സൂപ്പർ ടേസ്റ്റ് ആണ് ഇക്കാ പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമില്ല. അതുപോലെ തന്നെ ജ്യൂസും അതേട്ടാ, ജ്യൂസും നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു. ഇത് രണ്ടും ഞാൻ എന്താ പറയാ എന്റെ ഒരു കലാവിരുദ്ധം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഡോണറ്റും അതേ ജ്യൂസും അതേട്ടോ. വേഗം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയാണ്. ഡോണറ്റ് കുറച്ച് നാളായി എനിക്ക് ഉണ്ടാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. പക്ഷെ നോമ്പിന് ഞാൻ ഇത് ഉണ്ടാക്കും. കാരണം ഞാൻ നോമ്പിനാണ് പല പല എന്താ പറയാ റെസിപ്പിയൊക്കെ ഞാൻ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കണേട്ടാ. എന്നെ കൊണ്ടായതൊക്കെ ഞാൻ ഇപ്പൊ പരീക്ഷിക്കും. അപ്പൊ കുറച്ച് എന്താ പറയാ നമ്മൾ ഉണ്ടാക്കി നോമ്പില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്കധികം ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. പക്ഷെ നോമ്പ് പിടിച്ച് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എല്ലാത്തിനും. അതെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പിന്നെ ഇക്കാ പറയുന്നത് കൊള്ളായിരുന്നു ഫ്രൂട്ട്സ് ഒക്കെ. പിന്നെ അധികം ഞാൻ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിക്കൂല കേട്ടോ. കുറച്ച് ഞാൻ വെള്ളം നല്ലോണം നാരങ്ങ വെള്ളം ഗ്ലാസ് കുടിച്ചു. പിന്നെ ജ്യൂസ് ഞാൻ ഗ്ലാസ് കുടിച്ചു. പിന്നെ 2 കടി അല്ലെങ്കിൽ 3 കടി ഇതിൽ കൂടെ ഞാൻ കഴിക്കൂല കേട്ടോ. കാരണം എനിക്ക് കുറച്ച് ഗ്യാസ് കയറി ഈ പ്രശ്നം നോമ്പ് പിടിച്ചത് പെട്ടെന്ന് ഗ്യാസ് കയറി. എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ രാവിലെ തൊട്ട് ഏമ്പക്കം വിട്ട് ഇങ്ങനെ ഇക്കള് വന്നോണ്ടിരിക്കുന്നത് എനിക്ക്. അപ്പൊ അതൊന്ന് നെഞ്ചില് ഇങ്ങനെ കിടന്നിട്ടായിരിക്കും പെട്ടെന്ന് വെള്ളം കുടിച്ചപ്പോൾ നെഞ്ചുവേദന വന്നത് എനിക്ക് തോന്നിയതിട്ടാ.
അങ്ങനെ അത് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ച് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് തിന്നാൻ കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞു. നാത്തൂന്റെ വീട്ടിലൊക്കെ പോയി വന്ന് നാത്തൂന് വീട്ടിൽ ചെന്നപ്പോ തന്നെ എന്നാ കട്ട്ലേറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. പിന്നെ എന്റെ ഡോണറ്റും എന്റെ പുലാവൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റ് ആണ്. ഉമ്മയും ഇട്ടാത്തിട്ടുള്ളത് എല്ലാരും പറഞ്ഞിട്ട്. അപ്പൊ നാളെ എന്തായിരിക്കും ഉണ്ടാക്കണം ചോദിച്ചിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നാളെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പിന്നെ അവിടെ നിന്ന് വന്നതിന് ശേഷം അവിടെ നിന്ന് ജീരകക്കണ്ണിന്റെ കൂട്ട് വന്നിട്ടുണ്ടായിട്ട് ഉമ്മ കൂട്ടുകാരായിട്ട് ഞാൻ വന്നതിട്ടാ. കൂടെ വന്നിട്ട് എന്താ പറയാ തേങ്ങ ഉണ്ടായിരുന്നില്ല. തേങ്ങ മേടിക്കാൻ ഇക്കാര്യം ചെയ്യാനും പോയിട്ട് അതിനടുത്ത് ചായ ഉണ്ടായ ജ്യൂസ് ഞാൻ ചായ കൊടുത്തിട്ട് ആൾക്ക് വെള്ളം എന്ന് പറയില്ല മമ്മ എന്ന് പറയുള്ളൂ ജ്യൂസൊക്കെ കണ്ടതിന്. അപ്പൊ അത് നോക്കിയിട്ട് അവൾക്ക് ആ ജ്യൂസ് ഞാൻ കൊടുത്ത് പിന്നെ കുറച്ചധികം പാത്രങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ ഒതുക്കി വൃത്തിയാക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കാനും മോതാനും ഒക്കെ ഉണ്ടായതൊക്കെ ഓതിയില്ല നിസ്കരിച്ചു കിട്ടാം. കാരണം വയ്യാത്തോണ്ട് ഞാൻ നിസ്കരിച്ച് പിന്നെ കുറച്ച് നേരം കിടന്നിട്ടാ. കുറച്ച് കിടന്ന് കുറച്ച് എന്താ പറയാ തലവേദന ഉണ്ടായിരുന്നു. നല്ലോണം തലവേദന ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഫീഡ് ചെയ്യാനനുസരിച്ചായിരിക്കും തലവേദന. അവൾ ഫീഡ് ചെയ്യാനനുസരിച്ച് എന്റെ ബോഡി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് തലവേദന എനിക്ക് അധികം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ നല്ല ചൂട് കട്ടൻ ചായ എനിക്ക് കാക്കിട്ടപ്പോ ഞാൻ അതിനകത്ത് കുടിച്ച് അങ്ങനെ പറയാം. അത് കുടിച്ചതിനാൽ തന്നെ കായ വീട്ടില് അധികം സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. കാരണം കുറച്ച് തിരക്കൊക്കെ തന്നെ ആയിരുന്നു. കുറച്ച് ഫുഡിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ തിരക്കാക്കൊണ്ട് അധികം ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല. ഉമ്മ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ ഉമ്മ എത്താത്ത കുറച്ച് ഫുഡൊക്കെ അതുകൊണ്ടാണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഉമ്മ എന്തെങ്കിലും നമ്മളെ തരി കാച്ചിയതൊന്നും ഉണ്ടാക്കുന്നു. ഉമ്മാനൊക്കെ തരി കാച്ചി അടിപൊളി കാലും തരി കാച്ചത് സൂപ്പർ ടേസ്റ്റ് ആണ്. കാരണം ഉമ്മ വേറൊന്നും അത് ചേർക്കാറൊന്നുമില്ല. ഓൾമോസ്റ്റ് ചേർക്കുന്നത് വേറൊന്നുമല്ല. ചിലവരെന്ന് വെച്ചാൽ തരി കാച്ചുമ്പോ നമ്മള് ഉള്ളിയൊക്കെ ഇങ്ങനെ താളിച്ചിടും. പക്ഷെ ഉമ്മ അതൊന്നും ചെയ്യൂല. ഉമ്മ പാക്കറ്റ് പാലിലാണ് തരി കാച്ചുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ് ഉമ്മനെ തരി കാച്ചിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിച്ചായിട്ട് ആദ്യമായിട്ടാണ് തരി കാച്ചത് ഇങ്ങനെ മാക്ക ഇരുന്ന് കുടിക്കുന്നത്. കാരണം ഉമ്മാന്റെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ സായാന്റെ ജ്യൂസ് സായന്റെ മുഖത്ത് നോക്കി കഴിച്ച് അപ്പൊ അവളത് തിന്നിട്ട് അവള് പോയിട്ടാണ്. പിന്നെ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ തഴനോമ്പ് ഒന്ന് അതിമനോഹരമായിട്ട് എന്താ പറയാ അതിമനോഹരമായിട്ട് ഞാൻ നിർവഹിച്ചു അങ്ങനെയൊക്കെ പറയാം. കാരണം ഞാൻ വിചാരിച്ചില്ല എനിക്ക് വയ്യാണ്ടായിട്ടും ഞാൻ ഇത്രയും ഉണ്ടാക്കുമെന്നും ഇത്രയും ടേസ്റ്റോടെ ഉണ്ടാക്കുമെന്നൊന്നും വിചാരിച്ചില്ല. കാരണം എന്താ പറയാ പിള്ളേരുള്ള വീട്ടില് അടുക്കളപ്പണി മാത്രം നോക്കിയാൽ പോരെ. ഇടയ്ക്ക് എന്റെ സ്വഭാവമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. എനിക്ക് കുറച്ച് വൃത്തിയാക്കൽ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടും മേടിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയിരുന്നു. അപ്പൊ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ എപ്പോഴാക്കി ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ പുതിയ വീഡിയോ കാണാതെ ബൈ.